നമസ്കാരം. പുതുവർഷം അത്ര പുതുമോടിയോടെ അല്ല തുടങ്ങുന്നത്, അത്ര ശുഭവാർത്തകളോടെയും അല്ല, അശുഭമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുഹൃത്ത് രാഷ്ട്രമായിട്ടുള്ള ഇറാനിൽ വമ്പിച്ച കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. പെട്രോളിൻ്റെ വില അവിടെ വർദ്ധിച്ചതിനെ തുടർന്ന്. അതുപോലെ തന്നെ അവിടുത്തെ നാണയത്തിൻ്റെ ലിറ എന്ന് പറയുന്ന നാണയത്തിൻ്റെ വില വളരെയധികം കുറഞ്ഞതുകൊണ്ടും ഉള്ള വമ്പിച്ച പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഇതിനോടകം റവല്യൂഷണറി ഗാർഡ്സിൻ്റെ വെടിവെപ്പിൽ ഏതാണ്ട് 7ഓളം പേര് മരിച്ചു എന്നാണ് വാർത്ത. ഇതിനിടയിൽ ഹൂത്തികളെന്ന വിമതന്മാരെ ഏത് രാജ്യത്തിന് വേണ്ടി, ഏത് രാജ്യത്ത് ഇറാൻ പിന്തുണച്ചിരുന്നുവോ ആ രാജ്യത്ത്, അതായത് യമനിൽ സൗദി അറേബ്യയും UAEയും തമ്മിൽ പോരാട്ടം തുടങ്ങി. അവരുടെ മണ്ണിലല്ല, ഗൾഫ് മണ്ണിലല്ല. നമ്മൾ അങ്കലാപ്പിലാവേണ്ട കാര്യമല്ല. മലയാളികൾ ധാരാളമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നുമല്ല, മറിച്ച് യുദ്ധം ഇപ്പോൾ നടക്കുന്നത് യമനിൻ്റെ മണ്ണിലാണ്, ഹൂത്തികളുള്ള യമനിൻ്റെ മണ്ണിലാണ്. നമുക്കറിയാവുന്നതുപോലെ യമൻ 2 രാജ്യങ്ങളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഓഫീഷ്യലായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ്റിനെ പിന്തുണച്ചുകൊണ്ടാണ് സൗദി അറേബ്യ യുദ്ധം നടത്തുന്നത്. അതുപോലെ തന്നെ വിമതരായിട്ടുള്ള തെക്കൻ ഭാഗത്തെ, തെക്കൻ യമനെ പിന്തുണച്ചുകൊണ്ടാണ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നിൽക്കുന്നത്. അങ്ങനെ എമിറേറ്റ്സും സൗദി അറേബ്യയും തമ്മിൽ ഒരുപക്ഷെ ആദ്യമായിട്ട്, ചരിത്രത്തിലാദ്യമായിട്ട് ഒരു ഏറ്റുമുട്ടലിൽ, ഒരു യുദ്ധത്തിൻ്റെ രംഗത്ത് തന്നെ ഏർപ്പെട്ടിരിക്കുകയാണ്. UAE പറഞ്ഞു കഴിഞ്ഞു, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് UAEയുടെ സൈനിക വക്താക്കൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് രണ്ടും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പരമോന്നത ബഹുമതി കൊടുത്ത രാജ്യങ്ങളാണ് രണ്ടും എന്നുള്ളതാണ്. ഇന്ത്യക്കല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്. അപ്പോൾ ആ രാജ്യങ്ങളുമായിട്ട് സൗഹൃദത്തിൽ പോകാൻ കാക്ഷിക്കുന്നവരാണ് അവർ രണ്ടും കൂടി. ഇപ്പോൾ യമനിൻ്റെ മണ്ണിൽ, അവർക്ക് തൊട്ടടുത്തുള്ള പ്രദേശമാണിത്. യമൻ എന്ന് പറയുമ്പോൾ അങ്ങ് ദൂരെയാണെന്ന് വിചാരിക്കേണ്ടതില്ല. ആ യമനിൽ നിന്ന് പണ്ട് ഹൂത്തികൾ റോക്കറ്റുകൾ അയച്ചിരുന്നു സൗദി അറേബ്യയിലേക്കും അതുപോലെ UAEയിലേക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്. ആശയ തലത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അവരെ തിരിച്ച് അടിക്കുകയും ചെയ്തു അമേരിക്കയുടെ ഒരു പിന്തുണയോടുകൂടി. അതുപോലെ തന്നെ ഇറാനിൽ നടക്കുന്ന ഈ കലാപം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന 3ാമത്തെ കലാപം. അത് കെട്ടടങ്ങുമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം അമേരിക്ക എന്ന് പറയുന്ന ശക്തിയാണ്. അമേരിക്കയാണ് ഉപരോധം ഏർപ്പെടുത്തി ഇറാനെ ഇതുപോലെ തളർത്തിയത്. അവർ വിചാരിച്ചിരിക്കുന്നത് റഷ്യയെ ഇതുപോലെ തന്നെ തളർത്തി കളയാമെന്ന് വിചാരിച്ചാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. പക്ഷേ അതിൽ തളർന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള നാറ്റോ സഖ്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. അതാണ് സംഭവിച്ചത്. ഇതിപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഒരു കപ്പൽ നിറയെ ആയുധങ്ങളുമായിട്ട് ഇപ്പോൾ UAE യമനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. ഒരു കപ്പൽ നിറയെ ആയുധങ്ങളും. അപ്പം ഒരു ചില്ലറ യുദ്ധമൊന്നും അല്ല അവിടെ നടക്കാൻ പോകുന്നത്. വമ്പിച്ച ഒരു യുദ്ധം നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് സൂചന. പക്ഷേ UAEയുടെ ഫോറിൻ മിനിസ്ട്രി, ഐക്യ അറബ് എമിറേറ്റ്സുകളുടെ വിദേശ എംബസി, വിദേശ മന്ത്രാലയം അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനൊന്നുമില്ല. അതിൽ കപ്പൽ പോയിട്ടുണ്ട്, പക്ഷേ അതിൽ ആയുധങ്ങളൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. ആ രാജ്യത്തുള്ള എമിറാറ്റി ഫോഴ്സസ്, എമിറേറ്റുകളുടെ സൈന്യമുണ്ട് അവിടെ, സൗദി അറേബ്യയുടെ സൈന്യമുണ്ട് അവിടെ. അവർ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. വലിയ യുദ്ധം അല്ലെങ്കിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്ന് പ്രസിഡൻഷ്യൽ ഫോഴ്സസിനെ സഹായിക്കുന്നു, മറ്റുള്ളത് വിമതരെയും സഹായിച്ചുകൊണ്ടുള്ള ഒന്നാണ് അവിടെ നടക്കുന്നത്. ഹൂത്തികൾക്കെതിരെ ഒരുമിച്ച് നിന്ന സൗദി അറേബ്യയും UAEയും ചേർന്ന് ഇപ്പോൾ UAEയും പരസ്പരം പോരടിക്കുകയാണ് യമനിൻ്റെ മണ്ണിൽ തന്നെ. അതാണ് ഏറ്റവും വലിയ ചരിത്രത്തിലെ ഒരു വൈരുദ്ധ്യവും എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു അനന്യതയും കൂടിയാണത്. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ സൗദി അറേബ്യ പിന്തുണയ്ക്കുന്നത് പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്ന, ഒഫീഷ്യൽ എന്ന് അവകാശപ്പെടുന്ന വിഭാഗത്തെയാണ്. അതേസമയം UAE പിന്തുണയ്ക്കുന്നതാകട്ടെ അവരെ എതിർത്തുകൊണ്ടിരിക്കുന്ന തെക്കൻ യമനെയാണ് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അഭിപ്രായ വ്യത്യാസം. ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഒരു ചർച്ചയും ഉണ്ടാക്കിയിട്ടില്ല. ഇവരെല്ലാം ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിലെ അംഗങ്ങളാണ്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, OPEC, അതിലെയും അംഗങ്ങളാണ്. അവർ സഹകരിക്കുന്നവരാണ് ഇക്കാര്യത്തിലെല്ലാം. ഇറാഖ് പണ്ട് യുദ്ധം നടത്തിയപ്പോൾ കുവൈറ്റിനെതിരെ
ഒന്നിച്ചു നിന്ന ശക്തികളാണ് ഇവരെല്ലാം, ഒന്നിച്ചു നിന്ന് പോരാടിയവരാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ഖത്തറിലേക്ക് മിസൈൽ അയച്ച് 4 പേരെ കൊന്നപ്പോൾ ഈയിടെയായിട്ട് ആ സമയത്ത് ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ വിമർശിച്ചവരുമാണിവർ. അങ്ങനെയുള്ള ഈ സൗഹൃദ രാജ്യങ്ങൾ അല്ലെങ്കിൽ സഹോദര രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു അപൂർവതയാണ്, വലിയ ചരിത്രവുമാണ്, വലിയ ഒരു വൈരുദ്ധ്യവുമാണ്. ആ വൈരുദ്ധ്യമാണിപ്പോൾ 2026 ആരംഭിച്ചപ്പോഴത്തേക്കും തുടങ്ങുന്നത്. എന്തെല്ലാമാണ് ഈ ലോകത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച വൻതോതിലുള്ള ഒരു യുദ്ധം അവിടെ നടന്നു, ആ മണ്ണിൽ യമനിൽ നടന്നു. യമൻ്റെ പ്രസിഡൻഷ്യൽ കൗൺസിൽ അതിനെ തുടർന്ന് പറഞ്ഞത് UAE-യുമായിട്ട് അവർ വലിയൊരു കരാർ ഒപ്പിടാനിരിക്കുകയാണ്. ആ കരാർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇത് ചെറിയൊരു യുദ്ധമൊന്നുമല്ല, കരാർ ക്യാൻസൽ ചെയ്യുന്നിടം വരെ എത്തിയ വലിയ ബന്ധങ്ങളെല്ലാം വഷളായി താറുമാറായി കൊണ്ടിരിക്കുന്ന യുദ്ധമാണ്. യമൻ അത് ക്യാൻസൽ ചെയ്തു, സൗദി അറേബ്യ അതിനെ സപ്പോർട്ടും ചെയ്തു. നോക്കണം കാര്യങ്ങളുടെ ഒരു പോക്ക് വളരെ ഗൗരവതരമായ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ UAE ഫോഴ്സസിനോട് 24 മണിക്കൂറിനകം യമൻ വിട്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. UAE അത് സമ്മതിക്കുകയില്ല. കാരണം ഈ പ്രസിഡൻഷ്യൽ കൗൺസിൽ എന്ന് പറയുന്ന ഔദ്യോഗിക ഭരണകൂടത്തെ UAE അംഗീകരിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ കോൺഫ്ലിക്റ്റ് വർദ്ധിക്കുകയാണ്. യമൻ എന്ത് ചെയ്യും? ഇപ്പോൾ UAE ഫോഴ്സസിനെതിരെ അവർ യുദ്ധം പ്രഖ്യാപിക്കും, സൗദി അറേബ്യ അതിനെ പിന്തുണയ്ക്കും. ആ യുദ്ധത്തിൻ്റെ തുടക്കമാണിപ്പോൾ നടക്കുന്നത്. അത് എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി ഗൾഫ് മണ്ണിലേക്ക് ആ യുദ്ധത്തിൻ്റെ ഒരു എസ്കലേഷൻ ഉണ്ടാകാതിരിക്കണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. എമിറേറ്റി ഫോഴ്സസിനെ ഇങ്ങനെ അയക്കണമെന്ന് പറഞ്ഞതിന് സൗദി അറേബ്യ പിന്തുണച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് അവിടെ UAE-യുടെ സൈന്യങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിമതന്മാരെ പിന്തുണച്ചുകൊണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ മന്ത്രാലയം, വിദേശ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് സൗദി അറേബ്യയുടെ ദേശീയ സുരക്ഷ എന്ന് പറയുന്നത് വളരെ പരമപ്രധാനമാണ്. അതൊരു റെഡ് ലൈനാണ്, ഒരു ചുവന്ന രേഖയാണ്. അവിടെ എങ്ങാനും തൊട്ടാൽ UAE വെറുതെ വെച്ചേക്കില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഇവർ തമ്മിൽ ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോഴും ഒരു സമാധാന ശ്രമങ്ങളും നടത്തിയിട്ടില്ല. പിന്നെ ഇസ്രായേലും അതുപോലെ ഹമാസും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ അതിലിടപെട്ട ഖത്തർ പോലും ഇതുവരെ ഇടപെട്ടിട്ടില്ല. അതിൽ സദാ നിരന്തരം ജാഗ്രതയോടുകൂടി ഇടപെട്ടുകൊണ്ടിരുന്ന അമേരിക്ക പോലും വാക്കുപോലും പറഞ്ഞു കണ്ടിട്ടില്ല. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു, യുദ്ധം നിർത്താനുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല. ഈ STC എന്ന് പറയുന്നതാണ് അവിടുത്തെ വിമത പക്ഷമെന്ന് പറയുന്നത്. ആ STCയെ പിന്തുണയ്ക്കുന്നുണ്ട് UAE എന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ സൈന്യത്തോട് അവിടെ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് യമൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ സമ്മതിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായങ്ങളും ആരോപണങ്ങളും സംഭവിക്കുക യുദ്ധസമയത്താണ്. അല്ലെങ്കിൽ ഇരുമെയ്യും ഒരു മനസ്സും എന്നുള്ള മട്ടിൽ പ്രവർത്തിച്ചു വരുന്നവരാണ് സൗദി അറേബ്യയും അതുപോലെ തന്നെ UAE-യും. അവരിപ്പോൾ യമനിൻ്റെ മണ്ണിൽ 2 വർഷമായിട്ട് നിന്ന് യമനിലുണ്ടായ വിഭജനത്തെ തുടർന്നാണ് ഈ യുദ്ധം ഉണ്ടായിട്ടുള്ളത്. യുദ്ധം ചെയ്തുകൊണ്ട് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം കാരണമെന്ന് പറഞ്ഞാൽ, യമനിൽ ഇത് എസ്കലേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ തകർച്ചയാണ്. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതികളാണ് ആ നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ നാളുകളിൽ യമനിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, മറിച്ച് പുറത്ത് ചെങ്കടലിൽ പോകുന്ന കപ്പലുകൾക്കായിരുന്നു കുഴപ്പമുണ്ടായിക്കൊണ്ടിരുന്നത്, സുരക്ഷ ഇല്ലാതായിക്കൊണ്ടിരുന്നത്. അവിടെ അമേരിക്ക പലതവണ അവിടെ റോക്കറ്റ് ആക്രമണവും മിസൈൽ ആക്രമണവും നടത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഫലപ്രാപ്തി ഉണ്ടായില്ല എന്നുള്ള സത്യം. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഈ യുദ്ധം വരാനുള്ള മൂല കാരണമെന്ന് പറയുന്നത് ഇറാനിലെ ഈ കലാപം തന്നെയാണ്. ഇറാൻ അതുപോലെ അവരുടെ റവല്യൂഷണറി ഗാർഡ്സും ശ്രദ്ധ അവിടുത്തെ ആഭ്യന്തര കലാപത്തിലേക്ക് കേന്ദ്രീകരിച്ചതോടുകൂടി യമൻ്റെ മേലുള്ള അവരുടെ പിടിവിട്ടു. അതാണ് ഈ യുദ്ധത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത്. ആത്യന്തികമായ കാരണം അതുതന്നെയാണ്. ഇതിൻ്റെ കാരണം ആരാണ്? ഈ സാങ്ഷൻ ഇറാന് നേരെ ഉണ്ടാക്കിയതും ഇറാനിൽ പോയിട്ട് അവരുടെ ബോംബ് തകർക്കാനെന്ന മട്ടിൽ ആക്രമണം നടത്തിയതും എല്ലാം അമേരിക്കയാണ്. അമേരിക്കയാണ് ഈ പശ്ചിമേഷ്യയിലും ഏഷ്യയിലും ആകെയും സമാധാനം തകർത്തുകൊണ്ട് രാജ്യങ്ങളെ തമ്മിൽ യുദ്ധം ചെയ്യിപ്പിച്ചുകൊണ്ട് ദൂരെ ഇരുന്ന് സുഖിക്കുന്നു. അതാണ് 2026-ലും കൂടുതൽ ശക്തമായിട്ടും
ഇന്ത്യക്കും കൂടി കൂടുതൽ അപകടകരമായിട്ടും അതുപോലെ തന്നെ ദോഷകരമായിട്ടും ബാധിക്കുന്ന തരത്തിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അമേരിക്കയുടെ ദുഷ്ടചെയ്തികളുടെ ഒരു കാലമാണ് 2026 എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിത്യ സുഹൃത്തുക്കളായിട്ടിരുന്ന ആൾക്കാരെ എങ്ങനെ അമേരിക്കയുടെ ആഗോള നയം, ജിയോ പൊളിറ്റിക്കൽ പോളിസി എങ്ങനെ ബാധിക്കുന്നു, അവരെ എങ്ങനെ അകറ്റുന്നു എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമായിട്ട് നമുക്കിതിനെ പഠിക്കാവുന്നതാണ്. ഇത് തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ഹിന്ദി ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.